സ്തോത്രം. എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർ, ദൈവദാസനും പാട്ടുകൾക്ക് നേതൃത്വം വഹിച്ച പ്രിയ സഹോദരൻ മനോജ് കുടുംബം, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസി ഇവിടെ ഓർപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പിൻ്റെ 40ാമത്തെ മെഡിറ്റേഷനാണ്. ഏറെക്കുറെ 10 മാസമായിട്ട് നമ്മൾ ഈ വിഷയം കേന്ദ്രീകരിച്ച് ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും ദൈവമക്കള് ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായി കർത്തൃനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ഒരു പ്രത്യേക വിഷയം ചിന്തിച്ചു വരുന്നത്. 10ാം അധ്യായത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതിൻ്റെ 2ാം ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 4 വാക്യങ്ങൾ നമ്മൾ ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് 5ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ഒരുമിച്ച് ലൂക്കോസ് 10 നിന്ന് ധ്യാനിക്കുന്നത്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 70 പേരെ കർത്താവ് തെരഞ്ഞെടുത്ത് സുവിശേഷ വേലയ്ക്ക് അയക്കുകയാണ്. ലൂക്കോസിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഇത്. 9ാം അധ്യായത്തിൽ 12 അപ്പോസ്തോലന്മാരെ തെരഞ്ഞെടുത്ത് കർത്താവ് അയക്കുന്നു. ഇവിടെ 70 പേരെ തെരഞ്ഞെടുക്കുന്നു. ഇവരുടെ ഐഡന്റിറ്റിയെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ സാധാരണക്കാരായ ആളുകളായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 12 ശിഷ്യന്മാരെ അയച്ചത് ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാനാണ്. അതേ ശുശ്രൂഷയ്ക്കാണ് 70 പേരെയും കർത്താവ് തെരഞ്ഞെടുത്ത് അയക്കുന്നതായിട്ട് 10ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷ സമയം വേഗത്തിൽ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ വളരെ വലിയ ഗ്രൂപ്പിനെ കർത്താവ് ചെല്ലുന്ന ഇടത്തേക്ക് ഇവരെ അഡ്വാൻസ് ആയിട്ട് ഈരണ്ടായിട്ട് അയക്കുന്നതായിട്ടും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഗലീലയിലെ കർത്താവിൻ്റെ ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ച ശേഷം അവിടുന്ന് യെരുശലേമിലേക്കുള്ള യാത്രയാണെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 9ാം അധ്യായത്തിൻ്റെ 51ാം വാക്യം മുതൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഇപ്പം കർത്താവ് യെരുശലേമിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ കർത്താവ് ചെല്ലും. അതിന് മുൻപ് ഈ സംഘത്തെ ഈരണ്ടായിട്ട് തിരിച്ച് കർത്താവ് അയക്കുകയാണ്. 10ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ അയക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. 17ാം വാക്യം മുതൽ 20ാം വാക്യം വരെ ഇവർ ശുശ്രൂഷ ചെയ്ത് മടങ്ങി വന്ന് കർത്താവിനോട് ഈ കാര്യങ്ങൾ പറയുകയാണ്, റിപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരോടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ സാവധാനത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് നമുക്കും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ശുശ്രൂഷകളിൽ അത് പ്രായോഗികമാക്കുവാനായിട്ട് കഴിയും. 1ാം വാക്യത്തിൽ കർത്താവ് ഇവരെ നിയമിക്കുന്നതും 2ാം വാക്യത്തിൽ ഇവർ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറയുന്നതും 3ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, അതിൻ്റെ ആദ്യത്തെ വാക്ക് പുറപ്പെടുവാൻ ഇവരോട് കൽപ്പിക്കുന്നതും 3ാം വാക്യത്തിൻ്റെ 2ാം ഭാഗവും 4ാം വാക്യം കൂടെ ചേർത്താൽ എങ്ങനെയാണ് ഇവർ പോകേണ്ടത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒന്ന്, ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് ഇവരെ അയക്കുന്നത്. അപ്പോൾ അവരുടെ സംരക്ഷണത്തിനായി അയച്ച കർത്താവിൽ അവർ ആശ്രയിക്കണം. മാത്രമല്ല, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായി കർത്താവിൽ ആശ്രയിക്കണം. ഇത്രയും കാര്യമാണ് നമ്മൾ വളരെ വേഗത്തിൽ ചിന്തിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ
ഈ 70 പേരുടെ സന്ദേശം ഉറപ്പായിട്ടും കേൾവിക്കാരെ രണ്ടായിട്ട് തിരിക്കും. ഒന്നാമത്, സന്ദേശത്തിന്റെ സ്വീകാര്യത സമാധാനം നൽകുന്നു. സ്വീകരിക്കുന്ന ഒരു കൂട്ടര് ഉണ്ടാകും. അപ്പോൾ തന്നെ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നത്, അവർ പറയുന്ന ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം തിരസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും. സന്ദേശത്തിന്റെ തിരസ്കരണം ശിക്ഷ കൊണ്ടുവരുന്നു. അപ്പോൾ രണ്ട് വിഭാഗത്തിൽ ഉള്ള ആളുകളെ നമ്മൾക്ക് 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. എൻ്റെ ആഗ്രഹം ഇന്ന് 16 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ്. നമുക്കതുകൊണ്ട് വേഗത്തിൽ 5-ാം വാക്യം മുതൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ ആദ്യം 5ഉം 6ഉം വാക്യങ്ങൾ ഇവിടെ പരസ്യമായിട്ട് വായിക്കാം. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവി. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അപ്പൊ ഇവർ ഓരോ വീടുകൾ സന്ദർശിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഈ വീടിന് സമാധാനം, ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറവി. ഷലോം. അപ്പൊ ഇതിൻ്റെ അർത്ഥം, ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ആ വീടിന്മേൽ ഉണ്ടാകണം എന്നതാണ്. അത് കേൾവിക്കാര് അവർ പറയുന്ന സന്ദേശം കേൾക്കാനും സന്ദേശത്തോട് അവർ പ്രതികരിക്കാൻ, പോസിറ്റീവായി പ്രതികരിച്ച് സന്ദേശത്തിന് അവരെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ആ ഭവനത്തിന് മേൽ ഉണ്ടാകും എന്നതാണ് നമ്മൾ ആ ഗ്രീറ്റിംഗ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സന്ദേശത്തെ സ്വീകരിക്കുന്ന ആളുകൾ, അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അവർ പറയുന്ന ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളുകൾ മശിയാകുന്ന യേശുക്രിസ്തുവിലൂടെ ദൈവത്തോടുള്ള സമാധാനം സ്വീകരിക്കാൻ തക്കവണ്ണം അവർ സമർപ്പിതരാകും. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നൊക്കെ അറിയാം, മനുഷ്യനും ദൈവവുമായിട്ട് ഒരു വലിയ പ്രശ്നത്തിലാണ്. മനുഷ്യന്റെ പാപം നിമിത്തം ദൈവവുമായിട്ട് മനുഷ്യന് സമാധാനമില്ല. മാൻ ഇസ് അറ്റ് റിബല്യൻ വിത്ത് ഗോഡ്. എന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ സ്വീകരിക്കുന്ന ഒരാളിന് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം അനുദിന ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ഇവർ ചെന്ന് ഈ ഗ്രീറ്റിംഗ്സ് പറയുമ്പോൾ ഒന്നുകിൽ ഇവരെ തിരസ്കരിക്കും, അല്ലെങ്കിൽ ഇവരെ സ്വീകരിക്കും. ആളുകളെ ഐഡന്റിഫൈ ചെയ്യാം. ആ ആളുകൾ ഐഡന്റിഫൈഡായി പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്ന ഈ ആളുകൾ പോസിറ്റീവായി മെസ്സേജിനോട് പ്രതികരിച്ചാൽ ഇവർ വന്ദനം ചെയ്ത ആ സമാധാനത്തെ വ്യക്തിപരമായി അവർക്ക് അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ ഇവർ പോകുന്നിടത്ത് സമാധാനം അറിയിക്കണം. 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നത്, അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ, സമാധാനപുത്രൻ, സൺ ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന സന്ദേശത്തെ കേൾക്കുവാൻ, ഉൾക്കൊള്ളുവാൻ തയ്യാറായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, സുവിശേഷ സന്ദേശത്തെ സ്വാഗതം ചെയ്യുന്ന ഒരാൾ ഉണ്ടെങ്കിൽ, സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ, ആ കുടുംബത്തിൻ്റെ, ആ വ്യക്തിയുടെ, ആ വീടിൻ്റെ അവരെ റിസീവ് ചെയ്യുന്ന ആ റിസപ്റ്റിവിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഈ നിത്യമായ ദൈവവുമായിട്ടുള്ള സമാധാനത്തിൻ്റെ സന്ദേശം, സമാധാനം ലഭിക്കുന്ന ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ
തയ്യാറായ, ആഗ്രഹിക്കുന്ന ആളുകളെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് സമാധാനപുത്രൻ. 8-ാം വാക്യം കൂടെ നമ്മൾ പരിശോധിച്ചാൽ, നിങ്ങളെ കൈക്കൊള്ളുന്ന, കർത്താവ് അയക്കുന്ന ഈ മെസ്സഞ്ചേഴ്സിനെ കൈക്കൊള്ളുന്നവർ, അവരുടെ സന്ദേശത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറായവർ, യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ സ്വീകരിക്കുവാനായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ സമാധാനപുത്രൻ. 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ, ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. ആ വാക്കിന്റെ അർത്ഥം, ആ ഭവനം ഇവരുടെ സന്ദേശം അക്സെപ്റ്റ് ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്യുന്നു. അപ്പൊ ആളുകൾ രണ്ടായിട്ട് തിരിയും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം സുവിശേഷം പറയുന്ന എല്ലാവരും യേശുക്രിസ്തുവിന്റെ സന്ദേശത്തെ ഉൾക്കൊള്ളുകയില്ല എന്ന് കർത്താവ് തന്നെ പ്രാരംഭത്തിൽ തന്നെ അവരെ പറഞ്ഞാണ് അയക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ അനുഭവം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അവ ഉൾക്കൊള്ളാത്ത ആളുകളെ സൂചിപ്പിക്കുന്നതാണ് ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മുടെ ഒരു മലയാള ഭാഷ പറഞ്ഞാൽ ഇടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അവരുടെ അടുക്കൽ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. മുന്നോട്ട് മറ്റ് ഇടങ്ങളിലേക്ക് പോകുക എന്ന അർത്ഥം കൂടെ നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കണം. നിങ്ങളിലേക്ക് മടങ്ങിപ്പോരുന്നു എന്ന് പറയുമ്പോൾ, ഈ മെസ്സേജ് ഓഫ് പീസ് നമ്മൾ പറയുമ്പോൾ അത് സ്വീകാര്യമല്ലാതെ വരുമ്പോൾ നമ്മളവിടെ നിൽക്കേണ്ട കാര്യമില്ല, മുന്നോട്ട് പോകുക എന്ന അർത്ഥമാണ്. ചില ആളുകൾ വളരെ രൂക്ഷമായിട്ട് ഇവിടെ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം എന്ന് ശക്തമായി പറയുമ്പോഴും ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ട് പോയിക്കോട്ടെ, അതിൻ്റെ ആവശ്യമില്ല. അടുത്ത ഇടത്തേക്ക് പോകുക. അത് വാശി കൊണ്ടല്ല, വൈരാഗ്യം കൊണ്ടല്ല. അവരിപ്പോൾ കേൾക്കാൻ ഉള്ള പാകപ്പെട്ട ഒരു ഹൃദയത്തിൽ അല്ല. തുടർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അടുത്ത ഇടത്തേക്ക് പോകുക. അത് വളരെ വ്യക്തമാക്കുന്ന ഒരു പ്രയോഗമാണ് ഇത്. 7-ാം വാക്യം, അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പി. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ, വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. എല്ലാ ഉപദേശിമാരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ വിലപ്പെട്ട ആലോചനയാണ്. ആ വാക്യത്തെ 2-3 നമുക്കൊന്ന് തിരിക്കാം. ആദ്യം, അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പി. അപ്പൊ സമാധാനപുത്രൻ ഈ സമാധാനത്തിന്റെ ദൂതുവാഹിയെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവിടെ താമസിക്കണം. അവർ തരുന്ന ഭക്ഷണം കഴിക്കുക, അവിടെ കുടിക്കുക, അവിടെ പാർക്കുക. 8-ാം വാക്യത്തിലും അതിൻ്റെ സൂചനകൾ ഉണ്ട്. ഇവർ തരുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷത്തോടെ ഭക്ഷിക്കുവാനോ കുടിക്കുവാനോ കഴിയാത്ത ഒരു രംഗമാണെങ്കിൽ ശരിക്കും ആ ഹോസ്പിറ്റാലിറ്റി ഷെയർ ചെയ്യുന്ന ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ്. അവരവരുടെ ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ മുൻപിൽ ഈ വെച്ച് നീട്ടുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് അത്ര ക്ലീനായിട്ട് തോന്നുകയില്ല. നമ്മൾ ഭക്ഷിക്കുന്ന രീതിയിലല്ലായിരിക്കും കുക്ക് ചെയ്തത്. എന്നാലും സുവിശേഷം നിമിത്തം അത് സ്വീകരിക്കുവാനുള്ള സമ്പൂർണ്ണ സമർപ്പണം നമുക്കുണ്ടാകണം. ഇങ്ങനെ നമ്മളെ സുവിശേഷകരെ സ്വാഗതം ചെയ്യുന്നതിലൂടെ അവർ വാസ്തവത്തിൽ കാണിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ ആ സന്ദേശത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. We believe what you said
and we are ready to receive your message, and therefore we receive you. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. The laborer is worthy of his wages. അപ്പൊ ഇത് ദൈവവചനത്തിലെ ഒരു പ്രിൻസിപ്പിളാണ്. 1 കൊരിന്ത്യർ ലേഖനം 9:14 അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. 1 തിമോത്തിയോസ് 5:17-18 വാക്യം കൂടെ ഞാൻ വായിക്കുന്നില്ല, റഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക. ഇത് ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യമാണ്. ചില ആളുകൾക്കൊക്കെ ഒരു വാശിയുണ്ട്, ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങുകയില്ല, കൊടുക്കുകയുള്ളൂ. നല്ല ആശയങ്ങളാ, പക്ഷേ അതിനോട് തയ്യാറാകണം. നമ്മുടെ ആ നിഗള മനോഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് ഭക്ഷണം തരിക അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ തരുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരു സമർപ്പണം കൂടെ സുവിശേഷകർക്ക് ഉണ്ടാകണം. 7-ാം വാക്യത്തിൻ്റെ 3-ാം ഭാഗം, വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളവരുണ്ട്. പെട്ടെന്ന് ഒരു സമാധാനപുത്രൻ സ്വീകരിച്ചു, അങ്ങോട്ട് കയറി ചെന്നു, പക്ഷെ AC ഇല്ല ഇവിടെ, കട്ടിലും പോരാ. അപ്പോഴാണ് അടുത്ത ഒരു സ്ഥലത്ത് അവർക്ക് ബോധ്യമായത് അവിടെ കുറച്ചുകൂടെ ആധുനിക സൗകര്യങ്ങൾ. എന്നാൽ പിന്നെ അങ്ങോട്ട് ഞാൻ നാളെ അവിടെ ആകട്ടോ. അവിടെ നിൽക്കുമോ? ഇല്ല, അതിനേക്കാട്ടിൽ മെച്ചപ്പെട്ടത് കാണുമ്പോൾ അങ്ങോട്ടൊരു ഷിഫ്റ്റ്. അത് പാടില്ല. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുതെന്ന് പറയുമ്പോൾ ഈ കിട്ടിയ സുഖസൗകര്യത്തിൽ കണ്ടന്റ് ആയിരിക്കണം. വന്നിരിക്കുന്നത് സുവിശേഷം പറയാനാ, അല്ലെങ്കിൽ പോയിരിക്കുന്നത് ദൈവരാജ്യം പറയാനാ. ഫോക്കസ് മിനിസ്ട്രിയാ. അല്ലാതെ 5 സ്റ്റാർ അക്കോമഡേഷൻ മാത്രം കിട്ടിയാലേ കാര്യങ്ങൾ നടക്കുമെന്നുള്ള മട്ടൊക്കെ മാറ്റി വെക്കണം എന്നതാണ് കർത്താവ് പറയുന്നത്. നമുക്കിത് വളരെ ആപ്ലിക്കബിൾ ആണ് എന്നതാണ് എനിക്ക് ബോധ്യമാകുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരിടത്ത് തന്നെ വെൽക്കം ചെയ്യുന്നിടത്ത് സ്റ്റേ ചെയ്യാതെ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കല്ലേ എന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ വളരെ സന്തോഷത്തോടെ ആദ്യം ഹോസ്പിറ്റാലിറ്റി കാണിച്ച ആളിനെ ഇൻസൾട്ട് ചെയ്യൂടാ. ഇത് പോരാ എനിക്ക്, അല്ലേ? ആ ഫുഡ് പോരാ, ആ കിടക്ക പോരാ, എന്തൊരു കൊച്ചു മുറിയായത്, ഒന്ന് തിരിയാനൊക്കത്തില്ലല്ലോ. അങ്ങനൊക്കെയാ. നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാ, പോയിരിക്കുന്നത് എന്തിനാണ്? മെയിൻ വിഷയം അതാണ്. സ്തോത്രം. ഫോക്കസ് എപ്പോഴും സുവിശേഷീകരണമായിരിക്കണം. അല്ലാതെ നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളിലേക്ക് മാറിപ്പോയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഒരു വെക്കുന്ന ഭക്ഷണങ്ങളെല്ലാം സന്തോഷത്തോടെ കഴിക്കുക. കാരണം സമാധാനപുത്രൻ നമ്മളെ വെൽക്കം ചെയ്തിരിക്കുകയാണ്. സന്ദേശം അവർ കേൾക്കാൻ തയ്യാറാണ്. സമയമെടുത്ത് അവരുടെ ആ ഹോസ്പിറ്റാലിറ്റി സ്വീകരിച്ചുകൊണ്ട് അവിടെ ദിവസങ്ങൾ പാർത്ത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടു പോകും വരെ അവിടെ തന്നെ പാർപ്പീൻ. ഇതേ കാര്യമാണ് 12 അപ്പോസ്തലന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുമ്പോൾ കർത്താവ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. മറ്റൊരു ചിന്ത ഇവിടെ നിന്ന് പറയാനുള്ളത്, ഈ സ്വഭാവത്താൽ സത്യമായിട്ടും കർത്താവ് അയച്ച ശുശ്രൂഷകരെയും കള്ളന്മാരെയും തമ്മിൽ വേർതിരിച്ചറിയാം. ശരിയായ ട്രൂ പ്രീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ സുവിശേഷീകരണ കാര്യത്തിലാണ് അവരുടെ മുഴുവൻ താല്പര്യവും, കോൺസെൻട്രേഷൻ.
എന്നാൽ വ്യാജന്മാർ വളരെ ഗ്രീഡിയാണ്. അടുത്ത ഒരാള് വേറൊരു ഓഫർ തന്നു, ഇവിടെ അപ്പോഴത്തേക്ക് അവരുടെ മനസ്സ് മാറി ആ സുഖസൗകര്യ കാര്യങ്ങളിലേക്ക് അവർ കേന്ദ്രീകരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. കുറച്ചുകൂടെ ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു വീട്, കുറച്ചുകൂടെ കംഫർട്ടബിൾ, അതാണ് അവരുടെ മുഖ്യമായ വിഷയം എന്ന് നമുക്ക് പല ഫോൾസ് ടീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ളവർ പലപ്പോഴും ചെല്ലുന്ന സ്ഥലത്തെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള പിടിപാടുള്ളവരെയാണ് ലക്ഷ്യമിട്ട് അവർ ചെല്ലുന്നു. അങ്ങനെയുള്ളവരെ ക്യാൻവാസ് ചെയ്ത് പരാതി പോലും പറയും, ഓ അച്ഛാ മറ്റിടത്ത് ഞാൻ പിന്നങ്ങ് കിടക്കുക, ഞാൻ പിന്നങ്ങ് സഹിക്കുക എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവരെ സ്വാധീനിച്ച സിമ്പതിയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അങ്ങനെ അരുത് എന്നാണ് കർത്താവിൻ്റെ നിർദ്ദേശം. അവര് ഇന്റഗ്രിറ്റി ഉള്ളവരാണെങ്കിൽ, സിൻസിയർ ആണെങ്കിൽ, ഓണസ്റ്റ് ആണെങ്കിൽ ഈ വ്യാജന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ വേലയായിരിക്കും അവർക്ക് മുഖ്യം, അല്ലാതെ സ്വന്തമായിട്ടുള്ള അവരുടെ കംഫോർട്ടോ ഒന്നും അല്ലായിരിക്കും. അപ്പൊ ഇത് 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ വായിച്ചത്. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. 8-ാമത്തെ വാക്യത്തിലേക്ക്, ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പീൻ. 7-ാം വാക്യത്തിലെ ആശയം ഇവിടെയുമുണ്ട്. ഇവിടെ പക്ഷേ വ്യക്തിപരമായ വീടല്ല, ഇവിടെ പട്ടണത്തിലേക്ക്. അപ്പം നിർദ്ദേശങ്ങളുടെ വ്യാപ്തി വിശാലമാക്കുകയാണ് കർത്താവ്. വ്യക്തിപരമായ വീടുകളിൽ നിന്നും സിറ്റി ആസ് എ ഹോൾ. എന്നിട്ട് അവിടെ എന്താ കാണുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു. റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ സ്വീകരണം അവർ തരികയാണ്. They really welcome you. They welcome the message that you are preaching. അവർ കൈക്കൊള്ളുന്നു. കർത്താവിൻ്റെ മിനിസ്റ്റേഴ്സ് എന്ന നിലയിൽ ഈ അയക്കപ്പെട്ട നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ അവർ സ്വീകരിക്കുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുകയാണ്, അല്ലേ? സ്തോത്രം. അയക്കപ്പെട്ട ആളുകളിലൂടെ വാസ്തവത്തിൽ കർത്താവ് ഓരോ ഹൃദയത്തിലും മുട്ടുകയാണ്. സന്ദേശം സ്വീകരിക്കുവാനായി അവരെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് ഭക്ഷിപ്പീൻ. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. കാരണം അങ്ങനെ വെക്കുന്നത് ഭക്ഷിപ്പാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ ഒഫൻഡ് ചെയ്യാണ്. ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നത് ഈ പൗരസ്ത്യ അതിഥി മര്യാദയുടെ ലംഘനമാണ്. ചിലയിടങ്ങളിലൊക്കെ നമ്മൾ ഗ്രാമീണ ട്രൈബൽ പശ്ചാത്തലത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഷോക്ക് പോലെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഒരു ഉപദേശി പറയുന്നത് കേട്ടു. വളരെ ഗ്രാമീണ ഒരു പശ്ചാത്തലം ഉള്ളിടത്ത് ചെന്നു. അപ്പോൾ ചോറ് സഹോദരി വിളമ്പുന്നത് കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് ചോറ് വിളമ്പി പ്ലേറ്റിലോട്ട് വയ്ക്കുക. അത് നിങ്ങൾ സഹിച്ചു ഞാൻ പറഞ്ഞപ്പോൾ. അടുത്ത ഉപദേശി പറയുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂക്കിൽ നിന്ന് ഒലിച്ചോണ്ട് അവരുടെ ഒരു മകൻ അതുവഴി നടക്കുന്നു. അതിനെ ഒന്ന് തൂത്ത് വിട്ടേച്ച് അതേ കൈകൊണ്ടടുത്ത ആളിനും വിളമ്പുന്നു. ഹോ, യോ സുവിശേഷ വേല അല്ലേ? ആ ഉപദേശി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച പലർക്കും അത് ബുദ്ധിമുട്ടായി വന്നു. പക്ഷെ ഉപദേശി ആ കാര്യങ്ങൾ സന്തോഷത്തോടെ ഉൾക്കൊണ്ടു എന്നാണ്. അവർക്കറിഞ്ഞുകൂടാ നമ്മുടെ ഈ പറയുന്ന സ്റ്റാൻഡേർഡൊന്നും ആ ട്രൈബൽ ഏരിയയിൽ ഒരു പക്ഷെങ്കിൽ അവരത് ചിന്തിച്ചിട്ട് കാണില്ല.
അവര് വെച്ച് വിളമ്പുന്നത് അവർക്ക് തരാൻ കഴിയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് സ്വീകരിക്കുമ്പോൾ അത് അവർക്ക് സന്തോഷമാണ്, അവർ ഓപ്പണപ്പ് ആകുകയാണ്. അത് തിരസ്കരിച്ചാൽ ശരിക്കും അവരുടെ ആ ഹോസ്പിറ്റാലിറ്റി നമ്മൾ തിരസ്കരിക്കുകയാണ്. അവർ ഒഫൻഡഡ് ആകാൻ സാധ്യതയുണ്ട്. സുവിശേഷ വേലയിൽ, പ്രവർത്തനത്തിൽ അത് ഒരു തടസ്സമാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടുത്തെ ആശയം ഇതാണ്, ഉപദേശി ഫുഡ് ഇപ്പൊ എന്താകട്ടെ, ഇതൊന്നുമല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് ഇന്ന് കഴിച്ച് നാളെ ഇത് വേസ്റ്റായിട്ട് പോകും. നീ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിത്യതയിലേക്ക് നയിക്കുന്ന ആത്മീക ആഹാരം അവിടെ വിളമ്പണം. വാസ്തവത്തിൽ എന്തൊരു സമർപ്പണമാണ് നമുക്ക് വേണ്ടത്. കർത്താവിൻ്റെ നിർദ്ദേശങ്ങളാണിത്. തികച്ചും ഈ ഫോൾസ് ടീച്ചേഴ്സ്, ഫോൾസ് ഇവാഞ്ചലിസ്റ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവരൊരു സ്ഥലത്ത് വരണമെങ്കിൽ, ഇവിടെ വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ ഇന്ന കാറ് വരണം. എത്ര പേരായിരിക്കും ഓഡിയൻസിൽ ഉള്ളത്? അതൊരു 150-200 പേർക്ക് വേണ്ടി ഞാൻ വരിക? നോ. ആദ്യം അവരുടെ മാനേജർ വരുമെന്നാ പറയുന്നത്. മാനേജർ വന്ന് എവിടെയായിരിക്കും ഈ യോഗം നടത്തുന്നതെന്ന് ചെക്ക് ചെയ്യും. താമസ സൗകര്യം, ഭക്ഷണ കാര്യങ്ങൾ, എന്നിട്ട് എങ്ങനെയാണ് പബ്ലിസിറ്റി, എത്ര പേര് വരും? ഒരു 10,000-10,000 പേരിൽ എന്നോ പ്രസംഗിക്കാനാ. അങ്ങനെ ഒരിക്കൽ ഒരു ഉപദേശി, നമ്മുടെ ഇടയിലൊക്കെ ഉള്ള ഉപദേശിയാ, ഞാൻ പേരിപ്പ പറയുന്നില്ല, ഉപദേശി ഒരിടത്ത് ചെന്നപ്പോ ആള് കുറവായത് കൊണ്ട് വണ്ടിയെ ഇറങ്ങിയില്ലെന്ന്. സ്തോത്രം. ഇങ്ങനെയുണ്ട് കാര്യങ്ങള്. വാസ്തവത്തിൽ കർത്താവും കർത്താവിൻ്റെ സന്ദേശവും നിർദ്ദേശവുമായിട്ടൊക്കെ നമ്മൾ എത്ര ദൂരത്തിലാണ്. അപ്പൊ ഉപദേശി വണ്ടിയെ ഇറങ്ങാതിരിക്കുമ്പോൾ അത് സ്റ്റാറ്റസ് ആയിട്ടാണ് സംഘാടകർ ചിന്തിക്കുന്നത്. വലിയ ദൈവദാസന. അവര് ചെന്ന് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക. ആ കാണിച്ചതെന്താ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണേ. കർത്താവിൻ്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ ഇപ്പൊ അവരെല്ലാം യഹൂദന്മാരായി, ഉപദേശിമാര് 70 പേര്. ഇവരെ അയക്കുന്ന സമയത്ത് യഹൂദന്മാരുടെ വീട് മാത്രമല്ല, ചിലപ്പോൾ ജാതിക പശ്ചാത്തലത്തിലുള്ളവരുടെ വീട് കയറാം. വീട് കയറുമ്പോൾ ഇവരുടെ ഭക്ഷണ നിയമം അനുസരിച്ചുള്ളതല്ലായിരിക്കാം ഇവരുടെ മുൻപിൽ വെക്കുന്നത്. അന്നേരം നിയമവശം ഒന്നുമല്ല, നമ്മുടെ ഭാഷ പറഞ്ഞ സ്തോത്രം പറഞ്ഞ് കഴിക്കുക എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ കർത്താവ് എല്ലാ ഫുഡും ക്ലീനായിട്ട് പ്രഖ്യാപിച്ചു. 9-ാം വാക്യം, അതിലെ രോഗികളെ സൗഖ്യമാക്കി, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. ശുശ്രൂഷയതാ, ദൈവരാജ്യമാണ് പ്രസംഗിക്കേണ്ടത്. അതിലെ രോഗികളെ സൗഖ്യമാക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയും, ഇതിനെ നമുക്ക് വിദഗ്ധരെ ഒന്നും ഇറക്കണ്ട. നിങ്ങൾ പേഴ്സണലി ഒരാളോട് സുവിശേഷം പറഞ്ഞാലേ നിങ്ങളെ കർത്താവ് ഒരു സ്ഥലത്തേക്ക് അയച്ചു, ഒരു ട്രൈബിലേക്ക് അയച്ചു. അവിടെ രോഗികളുണ്ട്, കൈ അങ്ങ് വെച്ച് പ്രാർത്ഥിക്കണം. സൗഖ്യമാക്കുന്നത് കർത്താവാണ്. അയക്കുമ്പോൾ തന്നെ കർത്താവ് അയക്കുന്നത് അധികാരത്തോടെയാണ്. 17-ാം വാക്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഭൂതങ്ങളെ പുറത്താക്കാനുമുള്ള അധികാരവും ശക്തി ഇവർക്കുണ്ട്. ഇത് തന്നെയായിരുന്നു 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തോലന്മാർക്കും ഈ അധികാരവും ശക്തിയുമൊക്കെ ഉണ്ട്. അവര് അങ്ങനെയാണ് മിനിസ്റ്റർ ചെയ്തത്. പറയുന്ന ദൈവരാജ്യത്തിന്റെ സന്ദേശം അത് ആളുകൾക്ക് ബോധ്യമാകാനും അത് സ്വീകരിക്കുവാനും ഒത്തന്റിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വളരെ
വാലിഡ് ആണ്. പ്രേ ഫോർ ദ സിക്ക്, ഗോഡ് ഈസ് ദ വൺ ഹു ഹീൽസ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാനൊരു അനുഭവം പറയാം. ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ അക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു മകൾ. അപ്പൊ എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിച്ചു, അവൾ വിവാഹം കഴിച്ച് ഈ ചർച്ചിൽ വന്നതാണ്. ഞാൻ ചോദിച്ചു, മോളെ, ഇങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കാരണമായതെന്നാ? അപ്പോൾ അവൾ ചരിത്രം പറഞ്ഞു. അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും മദ്യപിക്കും. തൊട്ടടുത്തൊരു പെന്തക്കോസ്ത് ആലയമൊക്കെ ഉണ്ട്, അവിടെ പോകാൻ ഇവർക്ക് അനുവാദവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ നെയ്ബർഹുഡില് മറ്റൊരാള് സ്ഥലം മേടിച്ച് അവിടെ താമസമായി. അത് ഇവരെക്കാട്ടിലെല്ലാം വലിയ മദ്യപാനിയാണ്. ഈ നമ്മളൊരു സ്ഥലത്ത് ചെന്ന് ആദ്യം ചിന്തിക്കുന്നത് പ്രെയർ അതിനുള്ള സ്ഥലം എവിടെയാ, സഭ എവിടെയാ എന്നൊക്കെ ആയിരിക്കും. നിങ്ങളൊന്ന് ഹൗസ് മൂവ് ചെയ്താൽ നല്ല വള്ളിയുള്ളിടത്താണോ എന്നായിരിക്കും. മദ്യപാനികൾ എങ്ങനെയാണെന്നറിയത്തില്ല, ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടം കൂടും. ഈ വലിയ മദ്യപാനി ഇങ്ങനെ വീട് മാറി വരാൻ കാരണം അയാളുടെ അപ്പൻ അയാളെ തള്ളിയതാണ്. അങ്ങനെ ശല്യം കൊണ്ട് ഇദ്ദേഹത്തിന് വേറെ ഒരു മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ കുട്ടിയുടെ അപ്പൻ മദ്യപാനിയാണ്. അപ്പനോട് ഇദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ആരുടെ വിവാഹമുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം വന്നിട്ട് നമുക്കൊന്ന് ഘോഷിക്കണം. അപ്പൊ അതിനുള്ള ആസ്തി ഒന്നും ഈ വലിയ മദ്യപാനിക്കില്ല, കാരണം അപ്പൻ ഒഴിവാക്കി വന്നതാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ ഈ മനുഷ്യൻ വിവാഹ ചടങ്ങുകൾക്കൊക്കെ പോയ ശേഷം അപ്പൻ്റെ അടുക്കൽ വന്നു. അപ്പൻ്റെ അടുക്കൽ വന്ന് പണം ചോദിക്കുക. അപ്പൻ പറഞ്ഞിട, നിന്നെ ഞാൻ ഒഴിവാക്കിയതാണ്, പിന്നെ നീ പണം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ എൻ്റെയും നിനക്ക് തരാനില്ല. ഉടനെ ഈ മദ്യപാനിയായിരിക്കുന്ന മകൻ പറഞ്ഞു, കൊന്നുകളെ ഞാൻ. അയാളുടെ തോളയില് കഴുത്തിലൊക്കെ ഇട്ടിരിക്കുന്ന തോർത്തേൽ ഏതാണ്ട് കയറി പിടിച്ചു പോലും. അപ്പൊ അപ്പന് മനസ്സിലായി രംഗം വഷളാകുന്നുവെന്ന്. അപ്പൻ പറഞ്ഞു, എടാ മോനെ, ഞാൻ പൈസ തരാം. അയാൾ വീട്ടിനകത്തോട്ട് കയറി പൈസ കൊണ്ടുവന്നു. ഒരു കയ്യിൽ പൈസയുണ്ട്, മറ്റേ കയ്യിൽ ഒരു പാത്രമുണ്ട്. പൈസ കൊടുത്തപ്പോൾ മകൻ ഇത് വാങ്ങുന്ന സമയത്ത് ഈ പാത്രത്തിലുള്ള ലിക്വിഡ് മുഖത്തോട്ടൊരേറ് കൊടുത്തു. ആസിഡ് ആയിരുന്നത്. മുഖം മുഴുവനും പൊള്ളി. അതിൽ ഒരു ഭാഗം വല്ലാതെയായി, ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആളുകൾ പല ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരു നിലയിലും അത് ഭേദമാകാതെ ഒടുവിൽ ഈ ഭാഗങ്ങളൊക്കെ വല്ലാത്ത സ്ഥിതിയിലേക്ക്, അത് വ്രണങ്ങൾ മോശപ്പെട്ട നിലയിലായി. അങ്ങനെ ഇയാൾ വാങ്ങിയ, അല്ലെങ്കിൽ അപ്പൻ വാങ്ങിച്ചു കൊടുത്ത അവിടെ കിടപ്പായി. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് പോലും തോന്നിപ്പോയി. ആളുകളൊക്കെ, ആ നാട്ടുകാരൊക്കെ വന്ന് ഇത് കാണുകയാണ്. കാരണം അയാൾക്ക് there is no hope for him. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും, ഒരപാര അത്ഭുതം നടന്നു. ആരും സുവിശേഷം പറഞ്ഞതല്ല. ഈ മനുഷ്യന് ഒരത്ഭുതകരമായ ദർശനമുണ്ടാകുകയാണ് കർത്താവിൻ്റെ. അങ്ങനെ ഈ മനുഷ്യൻ സൗഖ്യമായി. ഈ പൊള്ളിയ ഭാഗങ്ങളെല്ലാം ഉണങ്ങി എന്ന് മാത്രമല്ല, കാഴ്ച നഷ്ടപ്പെട്ട കണ്ണിന് കാഴ്ച മടങ്ങി കിട്ടി. ഭയങ്കര ഉണർവായി. അടുത്തുള്ള സഭക്കാരെല്ലാം കൂടെ വന്ന് ഡെയിലി പ്രയറാണ്. അപ്പൊ എന്നോട് ഇത് പറയുന്ന പെൺകുട്ടിയുടെ അപ്പൻ മദ്യപാനിയാണ്.
നെയ്ബറായിട്ടിരിക്കുന്ന അവരും ഈ പ്രയർ കൂടി വരവുകളിൽ വന്നു സുവിശേഷം കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ അവർക്ക് മനസ്സിലായത് എന്നതാണ് കുട്ടി എന്നോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ഭയങ്കര ഉണർവായി നാട്ടുകാരൊക്കെ വരുന്നു. അപ്പം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നാട്ടിൽ സ്വാഭാവികമായി അവരുടെ റിലേഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. എന്നാൽ അതിനെയൊക്കെ ഇവർ അതിജീവിച്ചു. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്ന് ആ വലിയ മദ്യപാനി നേരിട്ട് എൻകൗണ്ടർ ഉണ്ടായി സൗഖ്യമായ ആള് മടങ്ങിപ്പോയി ഇന്നൊരു തികഞ്ഞ മദ്യപാനിയാണ്. I was shocked. രോഗികളെ സൗഖ്യമാക്കണം, അത് കർത്താവിന്റെ നിർദ്ദേശമാണ്. ഇന്നും കർത്താവ് സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. And I believe that when you are communicating the gospel, വേറെ ആളിനെ ഇറക്കുകയല്ല, ആ പറയുന്ന ആൾ തന്നെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ സൗഖ്യത്തിന് ആ സൗഖ്യത്തിൽ തന്നെ ആത്മരക്ഷയില്ല. We have to communicate the gospel of the kingdom of God. എന്താണ് ഇവിടെ പറ്റിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എൻ്റെ ന്യായമായ നിഗമനം, അന്നേരത്തെ ഉണർവിൽ ആളിനെ സ്നാനപ്പെടുത്തി, പെന്തിക്കോസിലെ അംഗമായി, അങ്ങനെ മുന്നോട്ട് പോയി ജീവിതത്തിലെ ശോധനകളിൽ പിടിച്ചു നിൽപ്പാനുള്ള വചനത്തിന്റെ അടിത്തറയില്ലാത്തത് കൊണ്ട് പിന്നെയും ഫ്രണ്ട് സർക്കിളായി, മദ്യപാനത്തിലായി. യു സീ, രോഗികളെ സൗഖ്യമാക്കണം, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു. ഈ മെസ്സേജ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ്. 3:2 ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇതാണ് പ്രസംഗിച്ചത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മിനിസ്ട്രിയിൽ ഉടനീളം ഹി വാസ് പ്രീച്ചിങ് ഓൺ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ ദ കിങ്ഡം ഓഫ് ഹെവൻ. രണ്ടും ഒരേ കിങ്ഡത്തെ കുറിച്ചാണ്. അപ്പോസ്തലന്മാർ ഇതാണ് പ്രസംഗിച്ചത്. മാത്യു 10:7 നമുക്കത് കാണാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ രാജ്യം അതിന്റെ വിവിധ ഫേസുകളിൽ നമുക്ക് മനസ്സിലാക്കണം. ഉറപ്പായിട്ടും അനന്തരഭാവിയിൽ 1000 ആണ്ട് കർത്താവ് ഈ ഭൂമിയെ വാഴും. ലിറ്ററൽ ഫിസിക്കൽ കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. അതിനപ്പുറത്ത് ദ ഇറ്റേണൽ കിങ്ഡം ഓഫ് ഗോഡ്. എന്നാൽ ഇപ്പോൾ there is a kingdom. It is a spiritual kingdom. യേശുക്രിസ്തു രാജാവായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഉള്ളത്തെ ഭരിക്കുന്ന a spiritual kingdom. Go preach the kingdom of heaven or the kingdom of God. വാസ്തവത്തിൽ ഇന്ന് ആളുകൾ ഈ മെസ്സേജിൽ നിന്ന് ഒത്തിരി അന്യപ്പെട്ടു പോയിരിക്കുകയാണ്. ശരിക്കും ഈ ദൈവരാജ്യത്തിൻ്റെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെസ്സേജുകളാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കിങ്ഡം ആണ് മാത്യു 5, 6 and 7, ദ സർമൺ ഓൺ ദ മൗണ്ട്. എത്ര ചർച്ചകളിലാണ് ഇത് പഠിപ്പിക്കുന്നത്? യേശു അയച്ച 70 പേരോട് പറയുന്നത് ഹീൽ ദ സിക്ക്. അവർ പറയാൻ പോകുന്ന ഈ മെസ്സേജിന് അത് കേൾവിക്കാരന് കൺഫേംഡ് ആകും. പക്ഷേ സിക്കിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞ് ശരിക്കും ഈ ജോൺസ് ഗോസ്പലൊക്കെ പഠിക്കുമ്പോഴേ ഈ അത്ഭുതങ്ങൾ ഉണ്ട് പ്രിയരെ, പക്ഷേ അത്ഭുതങ്ങൾ അടയാളമാണ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? ദേ ആർ സൈൻസ്. ഞങ്ങളുടെ ഇവിടുത്തെ ഈ പള്ളിയിലേക്ക് വരാൻ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച്, എന്നിട്ട് ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. ഞാൻ ആ ആരോയുടെ വീട്ടിൽ ആ പോസ്റ്റിൻ്റെ അവിടെ വന്ന് ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ, പള്ളി വരുന്നില്ല.
All miracles are pointing towards the miracle worker, the Lord Jesus Christ. ജീസസിനെ അറിയുക. ജീസസിനെ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, he has not just come for doing certain miracles, but he has come to save us from the bondage of sin. He has come to save us from judgment of God. ഞാൻ അതിനാണ് ആ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എത്ര വലിയ കാര്യമാണ്! ഒരു വലിയ മദ്യപാനി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ മദ്യപാനി ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിച്ച് മദ്യപാനിയായി. Why? Was he actually saved? I don't know. എത്ര വലിയ ഉണർവാണെങ്കിലും സുവിശേഷത്തിൽ ഹൃദയം കേന്ദ്രീകരിച്ച് ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ, ഐ എം നോട്ട് ഗോയിങ് ടു മെൻഷൻ എനി നെയിംസ്, പലയിടങ്ങളിൽ യാത്ര ചെയ്ത് 3 മാസം 2 മാസം 3 ആഴ്ച ഒക്കെ പോകുന്നു. നമ്മുടെ ശുശ്രൂഷയിൽ ഒരു രോഗി സൗഖ്യം, ഒരു ഭൂതം വിട്ടുപോയി. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഡിഡ് യു പാസ് ഓൺ ദ മെസ്സേജ് ഓഫ് ദ ഗോസ്പൽ? യേശുവിനെ ഇട്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകുകയാണ്. ദൈവരാജ്യം പ്രസംഗിക്കണം. ഇപ്പോൾ 9-ാം വാക്യമാണ് നമ്മൾ വായിച്ച. അതിലെ രോഗികളെ സൗഖ്യമാക്കി. ഇപ്പൊ സൗഖ്യമാക്കാനുള്ള അധികാരവും ആ പവറും അവർക്ക് കർത്താവ് കൊടുത്തിരിക്കുകയാണ്. ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറയും. സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നത്, ദ കിങ് ഹാസ് കം. And when the kingdom is near to you, എന്ന അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കിങ്ഡത്തിന്റെ ഇനീഷ്യൽ ഫേസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആളുകൾ കർത്താവിന്റെ കർത്തൃത്വത്തിന് അവർ സമ്പൂർണമായി സമർപ്പിക്കപ്പെടണം. അതിനുള്ള ആഹ്വാനമാണ്. ഈ മെസ്സേജ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡിലാണ് ദൈവത്തിന്റെ ഭരണത്തിന് കീഴ്പ്പെടുന്ന ആളുകളിൽ നിത്യമായ ദൈവത്തിന്റെ സമാധാനം ദൈവം കൊടുക്കുന്നത്. ദൈവത്തോട് സമാധാനം, ദൈവത്തിന്റെ സമാധാനം. ദൈവരാജ്യം പ്രസംഗിക്കണം. ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താലാണ് ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരുന്നത്. ഞാനത് ഇപ്പോൾ ഇനി ഡെവലപ്പ് ചെയ്യാതെ പെട്ടെന്ന് ഞാൻ 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുവുകളിൽ പോയി. അപ്പൊ കൈക്കൊള്ളുന്നില്ലെങ്കിൽ ഒരു മിനിസ്ട്രി ഉണ്ട്. കർത്താവ് ഇത് പറയുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 52, 53 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സമാരിറ്റൻ വില്ലേജ് ഓൾറെഡി കർത്താവിനെ തിരസ്കരിച്ച് കഴിഞ്ഞ ശേഷമാണ് ഈ സംഭവങ്ങളെന്നൊക്കെ നമുക്കറിയാമല്ലോ. ഈ 10-ാം അധ്യായത്തിൽ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. അപ്പൊ ചിലയിടങ്ങളിൽ നമുക്ക് ഫേവറബിൾ റിസപ്ഷൻ അല്ല, നമ്മെ തിരസ്കരിക്കും. ഇന്നും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് ഓടിച്ചു വന്ന് വരാം, ചിലപ്പോൾ ഒരു വീട്ടിലായിരിക്കാം. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറണ്ട, they will shut the door on your face. ആ സമയത്ത് ചെയ്യേണ്ടത് തെരുവുകളിൽ പോയി, there is a ministry. തെരുവുകളിൽ പോയി എന്ന് പറഞ്ഞാൽ പോസിബിളി റെഫറിങ് ടു ദ മെയിൻ സ്ട്രീറ്റ്. എന്നിട്ട് 11-ാം വാക്യം ശ്രദ്ധിക്കണം. തെരുവുകളിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. ന്യായവിധിയുടെ ദൂത് പറയാൻ ഞാൻ ന്യൂ ലൈഫ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ.
We wipe even the dust of your town from our feet to show that we have abandoned you to your fate. അപ്പോൾ ഒരു കാര്യം സൂക്ഷിച്ച് ചിന്തിക്കണം. കൊടുത്തേച്ച് വന്ന് ഞാൻ എന്ന മട്ടല്ല, അതും ദൈവസ്നേഹത്തിലാ. ഈ ന്യായവിധിയുടെ ദൂത് കേട്ടെങ്കിലും അവർ ക്രിസ്തുവിങ്കിലേക്ക് തിരിയണം. They rejected your message. They rejected you. What should you do? കർത്താവ് പറയാ, ആ മെയിൻ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. ന്യായവിധിയുടെ ദൂത്. Because you rejected the gospel, there is coming judgment. അത് പറയുമ്പോഴും അതിനാണ് ഈ പൊടി തട്ടുക, കാലിന്റെ പൊടി തട്ടുക. അപ്പോസ്തലന്മാർ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ വാക്യങ്ങൾ വായിക്കാം. This is like a warning, ഒരു മുന്നറിയിപ്പാണ്. തിരിയ ഞങ്ങൾ കർത്താവിനെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നത്. This message is very precious. അത് റിജക്റ്റ് ചെയ്താൽ God will reject you. അത് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ തൽക്കാലം അത് പറയാതെ മുന്നോട്ട് പെട്ടെന്ന് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോസ്തലപ്രവൃത്തി 13:50-51 വാക്യം, പോൾ ആൻഡ് ബർണബാസ്. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 18:5-6 വാക്യങ്ങൾ. ഇതൊക്കെ ശരിക്കും യഹൂദന്മാർക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അവർ ഈ സഞ്ചരിക്കുമ്പോൾ, ജാതീയ ഇടങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അവരുടെ നാട്ടിൽ വന്ന് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. കാരണം ജാതീയ മനുഷ്യരുടെ പൊടികൾ പറ്റി, അവരുടെ നാട്ടിലെ പൊടി പറ്റി ഇവർ അശുദ്ധരാകരുത് എന്ന് ചിന്തിച്ച് അവരിങ്ങനെ പൊടി തട്ടിക്കളയുന്ന ഒരു ക്രമം യഹൂദന്മാർക്കുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് നന്നായി മനസ്സിലാകുന്നു കർത്താവ് പറയുന്നത്. ദൈവം ഇവരെ റിജക്റ്റ് ചെയ്തു, കാരണം ഇവർ സുവിശേഷത്തെ റിജക്റ്റ് ചെയ്തു എന്നതാണ് ഈ ഷെയ്ക്കിംഗ് ഓഫ് ഡസ്റ്റ് സിംബലൈസ് ചെയ്യുന്നത്. വാവ്! ഇതൊരു പബ്ലിക് അനൗൺസ്മെന്റ് ഓഫ് ജഡ്ജ്മെന്റ് ഓൺ ദോസ് ഹു റിജക്റ്റഡ് the wonderful great message of the kingdom of God. അപ്പൊ ഈ പോകുന്ന ആള് വാസ്തവത്തിൽ കർത്താവിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നയാള് എന്തൊരു ഉത്തരവാദിത്വമാണ്. ഒന്ന്, സത്യസുവിശേഷം പറയണം. സത്യസുവിശേഷം പറഞ്ഞില്ലെങ്കിൽ പറയുന്നോണ്ട് റെസ്പോൺസിബിൾ ആണ് ആളുകളെ മിസ്ഗൈഡ് ചെയ്യുന്നതിൽ. പ്രൈസ് ദി ലോർഡ്. സത്യസുവിശേഷം, ദൈവരാജ്യം പ്രസംഗിച്ചു, ആളുകളെ തള്ളിക്കളഞ്ഞെങ്കിൽ ദിസ് ഇസ് എ പബ്ലിക് പ്രൊനൗൺസ്മെന്റ് ഓഫ് ജഡ്ജ്മെന്റ് എന്നതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. റിജക്റ്റ് ചെയ്തെങ്കിലും ഒരു കാര്യം റിജക്റ്റ് ചെയ്യുന്നവരോട് പറയണം, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് നിയർ. നീ റിജക്റ്റ് ചെയ്തുകൊണ്ട് കിങ്ഡം അങ്ങ് മാറിപ്പോകുന്നില്ല. കിങ്ഡം ഇസ് കമ്മിങ് ഇൻ പവർ. അടിയന്തര സന്ദേശമാണ്. സ്തോത്രം. ഇതവരോട് പറയണം, എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. വെളിപ്പാടിനെ തിരസ്കരിച്ചാൽ അതിന് ന്യായവിധി ഉണ്ട്. 12-ാം വാക്യം. ആ പട്ടണത്തെക്കാൾ, ഇത് വളരെ ശ്രദ്ധിക്കണം പ്രിയരെ, സോദോമ്യർക്ക് ആ നാളിൽ എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ ദിവസം സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സുവിശേഷം തിരസ്കരിക്കുന്ന പട്ടണത്തിന് സോദോമ്യരെക്കാൾ ആ ന്യായവിധി ദിവസത്തിൽ സഹിക്കാവതാകും. Can you believe that? ദൈവം തീ കൊണ്ട് നശിപ്പിച്ചതാണ് സോദോമിന്റെ ആ ജഡ്ജ്മെന്റ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. സുവിശേഷത്തെ തിരസ്കരിക്കുന്നവർക്ക് മോർ സിവിയർ ആയിരിക്കും ജഡ്ജ്മെന്റ്. വാസ്തവത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, I
appeal to you in the love of Christ. Receive the gospel of Jesus Christ. ദൈവരാജ്യത്തിലേക്ക് സുവിശേഷം സ്വീകരിച്ച് പ്രവേശിക്കുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. There is coming a terrible day of judgment. ഇത് യേശുവിൻ്റെ വാക്കുകളാണ്. ഞാൻ ഇതിനോട് കൂട്ടുവോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. 13-ാമത്തെ വാക്യം, കൊരസിനെ നിനക്കയ്യോ കഷ്ടം, ബേത്സയിദേ നിനക്കയ്യോ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ, ജാതിക ആളുകളെ കുറിച്ച് പറയാ, സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. വീര്യപ്രവർത്തികൾ ദൈവം ചെയ്ത നാട് സുവിശേഷം തിരസ്കരിച്ചു. ഓൾ ഈസ് ഫൈൻ, ഓൾ ഈസ് നോട്ട് ഫൈൻ. അക്കൗണ്ട്സ് തീർക്കുന്ന ദിവസമുണ്ട്. സ്തോത്രം. എന്നിട്ട് അത് 13-ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത്. 14-ാം വാക്യം, എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. എന്നിട്ട് 15-ാം വാക്യം, നീയോ കഫർനഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളത്തോളം താണുപോകും. കഫർനഹൂമിലായിരുന്നു കർത്താവിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിനടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് കൊരൈസിൻ ആൻഡ് ബെത്സൈദ. ബെത്സൈദയിലാണ് 5 അപ്പവും 2 മീനും കൊണ്ട് 10,000-15,000 പേരെ പോഷിപ്പിച്ചത്. കർത്താവിന്റെ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും മെസ്സേജും ഒക്കെ കേട്ടവരാണ്. കഫർനഹൂമിനോട് പറയുന്നത് 15-ാമത്തെ വാക്യത്തിൽ, വാട്ട് ഡസ് ദിസ് മീൻ? സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? ഒരു പക്ഷെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയധികം അത്ഭുതങ്ങളൊക്കെ ഈ കഫർനഹൂമിൽ നടന്നു, ഇവരും മറ്റ് പട്ടണങ്ങളെക്കാളൊക്കെ ഉയർന്നവരാണ് എന്ന ഒരു ചിന്ത ഇവർക്കുണ്ടാകും. നീ പാതാളത്തോളം താണുപോകും. എന്നിട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യം, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. ദിസ് ഇസ് ഇൻക്രെഡിബിൾ. അയക്കപ്പെട്ട ആളുകളുടെ സുവിശേഷം കേൾക്കുന്ന, ദൈവരാജ്യത്തിന്റെ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്തിനാണ് ഇതിന് വ്യാഖ്യാനിക്കുന്നത്? വലിയ ക്രെഡിറ്റാ. പാസ്റ്ററെ ഞാൻ ഉന്തി തള്ളി വിട്ടു, എൻ്റെ കഥക് ഞാൻ അടച്ചു. ആരെയാ ഇത് തള്ളിയത്? സത്യസുവിശേഷകരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സത്യസുവിശേഷകർ നിഷ്കളങ്കമായി പ്രതിഫല ഇച്ഛ കൂടാതെ ചെന്ന് യേശുക്രിസ്തുവിന്റെ സന്ദേശം അറിയിക്കുമ്പോൾ ഒരു നാടും ഒരു വീടും ഒക്കെ തള്ളുമ്പോൾ they are actually doing that to Jesus Christ. ആ റെപ്രസെന്റേറ്റീവിനെ he is an ambassador of Christ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഭാരതത്തിലെ അംബാസഡറിനെ തള്ളിക്കളയുമ്പോൾ what does that communicate? നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ലെറ്റ്സ് ഹംബിൾ അവർസെൽവ്സ്. എന്തിനാണ്? സുവിശേഷം പോലെ സദ്വർത്തമാനം വേറെ എന്തുണ്ട്? മതത്തിനും ഡിനോമിനേഷനും ആർക്കും ചെയ്യാൻ കഴിയാത്തത് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമാകുന്ന പാപത്തിന് പരിഹാരമൊരുക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ വിശുദ്ധനായ ദൈവം നമ്മെ നീതീകരിക്കുന്നു, നമ്മെ കുറ്റവിമുക്തരായി പ്രഖ്യാപിക്കുന്നു. ഇതിനപ്പുറത്ത് എന്ത് സന്ദേശമാണ് വേണ്ടത്? ആ സന്ദേശത്തെ താഴ്മയോടെ സ്വീകരിച്ചാൽ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. 24 മണിക്കൂറും നമ്മുടെ അന്തരാത്മാവിൽ ഒരു ഭരണം നടക്കുകയാണ് രക്ഷിക്കപ്പെട്ട ദൈവപൈതലിന്റെ.
രാത്രി 12 മണിക്ക് തെറ്റായ ഒരു ചിന്ത മനസ്സിലൂടെ പോയാൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഭരണമാണ് ദൈവത്തിന്റെ ഭരണം, അല്ലേ? തെറ്റി, അന്നേരം ദൈവവൈതൽ അനുദപിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രസിഡന്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഈ ഡിജിറ്റൽ മീഡിയയിലും ടി വിയിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. അദ്ദേഹത്തിന് നിങ്ങളെ വ്യക്തിപരമായി അറിയാമോ? അയ്യോ, എന്നെ എങ്ങനെ അറിയാമെന്ന്, സാധുവും ദോഷിയുമായിരിക്കുന്ന എന്നെ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവരാജ്യത്തിന്റെ രാജാവിനെ നിങ്ങളെ വ്യക്തിപരമായി അറിയാം. പേഴ്സണലി. He knows you personally. And you don't want this king? You don't want his rule over your life? എന്താ ആളുകൾ എന്തൊരു ബന്ധനത്തിലാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. നിങ്ങളുടെ ഈ പ്രസിഡന്റിനെ നിങ്ങൾക്കൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ അദ്ദേഹത്തോടു കൂടി അദ്ദേഹം പാർക്കുന്ന ആ പ്രധാനപ്പെട്ട ഭവനത്തിൽ ചെന്ന് കാപ്പി കുടിക്കാൻ ഒക്കുമോ? ഇരിക്കാൻ ഒക്കുമോ? നിങ്ങളുടെ ആ ദുഃഖം വ്യക്തിപരമായെന്ന് പറയാൻ ഒക്കുമോ? അടുത്ത് പോലും ചെല്ലുകയില്ല, അടുത്ത് പോലും. ശ്രമിക്കുകയും വരുത്, എൻ്റെ അഭിപ്രായത്തിൽ ശ്രമിക്കുക പോലും വരുത്. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് രാത്രി 12 മണിക്ക് ഒരു ദുഃഖകരമായ കാര്യം വന്നു, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഉള്ളറകളിൽ മുട്ടുമടക്കുമ്പോൾ the king is present to hear. Wow! സ്തോത്രം, 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 സ്തോത്രം. ഈ രാജാവിനെ വേണ്ടെന്ന് പറയണമെങ്കിൽ something is seriously wrong with you, brother, wrong with you, sister. നിങ്ങൾ സുവിശേഷം കേട്ടിട്ടുണ്ട്, മേ ബി ത്രൂ ദിസ്. അനേക ദൈവത്തിന്റെ ദാസന്മാർ വന്ന് ഈ സൂമിലൂടെ നിങ്ങളോട് പ്രസംഗിക്കുന്നു. യു ഹാവ് ഹേർഡ് ദ ഗോസ്പൽ. അല്ലെങ്കിൽ വ്യക്തിപരമായി നിങ്ങൾക്ക് ട്രാക്ട് കിട്ടിക്കാണും, അല്ലെ സംബഡി ഹാസ് ഗിവൻ യു ദ ഗോസ്പൽ, അല്ലെങ്കിൽ ആരും പറഞ്ഞില്ല. യു റെഡ് ദ ബൈബിൾ ആൻഡ് യു ഹേർഡ്, യു സോ ജീസസ് ക്രൈസ്റ്റ്. എന്താണ് തടസ്സം? എന്താണ് തടസ്സം? ശ്രദ്ധിച്ചു കേട്ടോളണം. ഫേമസ് ആയിട്ടുള്ള പട്ടണങ്ങളിൽ കർത്താവ് മിനിസ്റ്റർ ചെയ്ത് the power of God was demonstrated and they chose to reject Jesus and the gospel. കർത്താവ് പറയാണ്, ഒരു ദിവസം വരുന്നുണ്ട്, ജാതിക പട്ടണങ്ങൾ ഇത് കേൾക്കാത്തവർക്ക് അവരെക്കാട്ട് സിവിയർ ആയിരിക്കും ജഡ്ജ്മെന്റ് നിങ്ങളുടെ. യു ഹേർഡ് ദ ഗോസ്പൽ ആൻഡ് യു റിജക്റ്റഡ് ഇറ്റ്. മറ്റവർക്കും പണിഷ്മെന്റ് ഉണ്ട്, പക്ഷേ കേട്ടിട്ട് റിജക്റ്റ് ചെയ്തവരുടെ പണിഷ്മെന്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സിവിയർ. അത് എൻ്റെ കേൾവിക്കാർക്ക് ആർക്കും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് ബൈബിൾ പഠനം തുടരുവാൻ കർത്തൃദാസനെ ദൈവം സഹായിച്ചുവല്ലോ. ദൈവമക്കളെ, നമുക്ക് ഈ പഠനം ഏറ്റെടുക്കാം.